ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഫിഗർ 5.4-ൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നിക്രോം വയർ എടുക്കുക. ആ നിക്രോം വയറിൻ്റെ രണ്ട് എൻഡ്സിൻ്റെയും ഇടയിലായി 6 വോൾട്ട് ബാറ്ററി എലിമിനേറ്ററും സ്വിച്ചും റിയോസ്റ്റാറ്റും അമ്മീറ്ററും കണക്ട് ചെയ്യുക. റിയോസ്റ്റാറ്റ് ഒരു വേരിയബിൾ റെസിസ്റ്റർ ആണ്. ഈ ഡിവൈസിൽ ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് ഉണ്ട്. അത് മൂവ് ചെയ്യിക്കുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മാറും. അതിനനുസരിച്ച് സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റും ചേഞ്ച് ചെയ്യും. കറൻറ്റ് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് അമ്മീറ്റർ. ഒരു ബോയിലിംഗ് ട്യൂബ് എടുക്കുക. അതിൽ 20 ml വെള്ളം നിറയ്ക്കുക. ഈ നിക്രോം വയറും ഒരു തെർമോമീറ്ററും ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ടേബിൾ 5.2-ൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് 0.5 ആംപിയർ ആക്കുക. അപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം ആ വെള്ളം റീപ്ലേസ് ചെയ്ത് പുതിയ വെള്ളം എടുക്കുക. സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് 1 ആംപിയർ ആക്കുക. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. ആ വെള്ളവും ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളം ബോയിലിംഗ് ട്യൂബിൽ എടുക്കുക. സർക്യൂട്ടിലൂടെയുള്ള കറൻറ്റ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 1.5 ആംപിയർ ആക്കുക. ബോയിലിംഗ് ട്യൂബിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക. കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തത് ഈ നിക്രോം വയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ്. സോ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറന്റ്. കറന്റ് കൂടുതലാണെങ്കിൽ ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റും കൂടുതലായിരിക്കും. വെൻ ദ കറന്റ് ഇൻക്രീസസ്, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഓൾസോ ഇൻക്രീസസ്. രണ്ടാമതായിട്ട് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് 1 ആംപിയർ ആക്കുക. ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഓരോ 2 മിനിറ്റിലും മെഷർ ചെയ്യുക. ടേബിൾ 5.3-ൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. എക്സ്പെരിമെൻ്റ് ആരംഭിക്കുന്ന സമയം 0 മിനിറ്റ്സ് എന്നെടുത്തിരിക്കുകയാണ്. ആ സമയത്തെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നോക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയായെന്ന് നോക്കുക. വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് ടൈം 4 മിനിറ്റ്സ് ആകുമ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നോക്കുക. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് ടൈം 6 മിനിറ്റ്സ് ആകുമ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നോക്കുക. ടൈം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ നിക്രോം വയറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റ് ടൈം കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ്. സോ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് കറന്റ് കടന്നു പോകുന്ന സമയം, ദ ടൈം ഫോർ വിച്ച് ദ കറന്റ് ഫ്ലോസ്. When the time of flow of current increases, the heat produced increases. മൂന്നാമതായിട്ട് 5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു അലൂമിനിയം വയറും നിക്രോം വയറും എടുക്കുക. അലൂമിനിയം വയറിൻ്റെ ഒരറ്റത്ത് 9 വോൾട്ട് ബാറ്ററി എലിമിനേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുക. അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു സ്വിച്ച് വഴി റിയോസ്റ്റാറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുക. അവിടെ നിന്ന് അമ്മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കുക. അമ്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നിക്രോം വയറിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുക്കുക. അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ സർക്യൂട്ടിലൂടെ കറന്റ് ഏകദേശം 2 മിനിറ്റ് നേരത്തേക്ക് കടത്തിവിടുക. അലൂമിനിയം വയറും നിക്രോം വയറും ചൂടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ 2 വയറുകളുടെയും മുകളിൽ ഒരു തിൻ പേപ്പർ വെക്കുകയാണെങ്കിൽ നിക്രോം വയറിൻ്റെ മുകളിൽ വെച്ച പേപ്പർ പീസ് പെട്ടെന്ന് ചൂടായി കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ
ഒരേ കറന്റ് ഒരേ സമയത്തേക്കാണ് ഈ 2 വയറിലൂടെയും കടത്തിവിട്ടത്. നിക്രോം വയർ കൂടുതൽ ചൂടായതിന്റെ കാരണം നിക്രോം വയറിന്റെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ്. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റും കൂടുതലായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. വിച്ച് കണ്ടക്ടർ ബിക്കംസ് ഹോട്ടർ? നിക്രോം വയർ. The magnitude of current in the nichrome wire and aluminum wire is the same. The resistance of nichrome wire and aluminum wire is different. The nichrome wire becomes hotter because its resistance is greater than that of the aluminum wire. So resistance is another factor that influences the quantity of heat produced in a conductor carrying current. When resistance increases, heat produced increases. So the 3 factors that influence the quantity of heat produced in a current carrying conductor are the current I, resistance R, time T for which the current flows. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റും ആ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന സയന്റിസ്റ്റാണ്. ഈ റിലേഷൻ ജൂൾസ് ലോ എന്ന് അറിയപ്പെടുന്നു. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് ആ കണ്ടക്ടറിലൂടെ കടന്നുപോകുന്ന കറന്റിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ആ കണ്ടക്ടറിലൂടെ കറന്റ് എത്ര സമയത്തേക്കാണോ കടന്നു പോകുന്നത് ആ സമയത്തിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. സോ H ഈസ് പ്രപ്പോർഷണൽ ടു I സ്ക്വയർ RT or H ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു I സ്ക്വയർ RT. പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ആ കോൺസ്റ്റന്റ് 1 ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് H ഇസ് ഈക്വൽ ടു I സ്ക്വയർ RT എന്ന ഇക്വേഷൻ കിട്ടുന്നത്. ഹീറ്റ് ഒരു ഫോം ഓഫ് എനർജിയാണ്. അതുകൊണ്ട് ഇതിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. സോ ജൂൾസ് ലോ എന്താണെന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ is directly proportional to the square of the current, the resistance of the conductor, and the time for which the current flows. This is Joule's law. H is equal to I square RT. Its SI unit is Joule. It is denoted by capital letter J. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. A current of 0.5 ampere flows through a conductor with 100 ohm resistance for 5 minutes. A. What will be the quantity of heat produced? B. If a current of 1 ampere flows through this conductor for 5 minutes, what will be the quantity of heat produced? ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന കറന്റ് തന്നിട്ടുണ്ട്. ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. കറന്റ് കടന്നു പോകുന്ന ടൈമും തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഹീറ്റാണ്. ഡേറ്റ എഴുതാം. R is equal to 100 ohm, I is equal to 0.5 ampere, T is equal to 5 minutes. 1 minute is 60 seconds. So 5 minutes is 5 into 60 seconds. H is equal to question mark. H in the equation എഴുതാം. H is equal to I square RT. Substitute ചെയ്യുക. That is equal to 0.5 into 0.5 into 100 into 5 into 60 joule. That is equal to 7500 joule. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് കറന്റ് 1 ആംപിയർ ആക്കുക. കറന്റ് കടന്നു പോകുന്ന സമയത്തിന് മാറ്റമൊന്നുമില്ല, 5 മിനിറ്റ്സ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. I is equal to 1 ampere, H is equal to I square RT. So 1 into 1 into 100 into 5 into 60 joule എന്ന് കിട്ടും. That is equal to 30,000 joule. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം
കറന്റ് 0.5 ആംപിയർ ആയിരുന്നു. രണ്ടാമത്തെ പാർട്ടില് കറന്റ് 1 ആംപിയർ ആണ്. അതായത് കറന്റ് ഡബിൾ ആക്കി. 7500 ജൂൾ ആണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റ്. രണ്ടാമത്തെ കേസിൽ കറന്റ് ഡബിൾ ആക്കിയപ്പോൾ 30,000 ജൂൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. 7500ന്റെ 4 ടൈംസ് ആണ് 30,000. അതായത് കറന്റ് ഡബിൾ ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് 4 ടൈംസ് ആകും. H is equal to I square RT എന്നാണ് ഇക്വേഷൻ. I 2I ആക്കുകയാണെങ്കിൽ H is equal to 2I the whole square into R into T എന്ന് കിട്ടും. That is 4I square RT എന്ന് കിട്ടും. അതായത് കറന്റ് ഡബിൾ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് 4 ടൈംസ് ആകും. When the current is doubled, the heat produced in the conductor becomes 4 times. If so, what happens to the heat produced if the current is halved? കറന്റ് പകുതിയാക്കിയാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് നോക്കാം. H is equal to I square RT. I is equal to I by 2. Then H is equal to I by 2 the whole square into R into T. That is I square RT divided by 4. അല്ലെങ്കിൽ 1/4 ഇൻറ്റു I square RT എന്ന് കിട്ടും. അതായത് കറന്റ് പകുതിയാക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് 4/1 സോ ഇവിടെ 1/4 എന്നതാണ് ആൻസർ. H is equal to I square RT എന്ന ഇക്വേഷൻ 2 ഫോംസിലൂടെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓംസ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. V is equal to I into R. അതിൽ നിന്ന് I എന്താണെന്ന് എഴുതുക. I മാത്രം ഒരു വശത്ത് വരണം. ഇതൊരു പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് അതിന്റെ കൂടെ കിടക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ അത് ഡിനോമിനേറ്ററിലാകും. സോ I is equal to V divided by R. H is equal to I square RT എന്ന ഇക്വേഷനിൽ ഐയുടെ സ്ഥാനത്ത് V ഡിവൈഡഡ് ബൈ R എന്ന് കൊടുക്കുക. സോ H is equal to V by R the whole square into R into T എന്ന് കിട്ടും. അല്ലെങ്കിൽ V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T എന്ന് കിട്ടും. ന്യൂമറേറ്ററിലെ ഒരാറും ഡിനോമിനേറ്ററിലെ ഒരാറും കട്ട് ചെയ്തു പോകും. സോ H is equal to V സ്ക്വയർ ബൈ R ഇൻറ്റു T എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. T ന്യൂമറേറ്ററിലാണ്. അടുത്തതായിട്ട് H is equal to I square RT എന്ന ഇക്വേഷനിൽ R-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓംസ് ലോയിൽ നിന്ന് R-ന്റെ ഇക്വേഷൻ എഴുതുക. R മാത്രം ഒരു സൈഡിൽ നിൽക്കണം. അതിന്റെ കൂടെ കിടക്കുന്ന ക്വാണ്ടിറ്റി ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. സോ R is equal to V divided by I. H is equal to I square RT എന്ന ഇക്വേഷനിൽ R-ന്റെ സ്ഥാനത്ത് V by I എന്ന് കൊടുക്കുക. സോ H is equal to I square into V by I into T എന്ന് കിട്ടും. ന്യൂമറേറ്ററിലെ ഒരൈയും ഡിനോമിനേറ്ററിലെ ഐയും കട്ട് ചെയ്തു പോകും. ബാക്കി എഴുതുമ്പോൾ H is equal to I V into T എന്ന് കിട്ടും. അല്ലെങ്കിൽ V I T എന്ന് എഴുതാം. സോ Hന് 3 ഇക്വേഷൻസ് കിട്ടി. H is equal to I square RT, H is equal to V square by R into T, H is equal to V I T. ഈ 3 ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത് നോക്കാം. If the resistance of a heating appliance operating at 230 volt is 920 ohm, what is the quantity of heat produced in 10 minutes? So data ആദ്യം എഴുതുക. V is equal to 230 volt, R is equal to 920 ohm, T is equal to 10 into 60 seconds. എപ്പോഴും ടൈം സെക്കൻഡ്സിലാക്കണം. ഇവിടെ Vയും Rഉം Tയും ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ H is equal to V square by R into T എന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 230 into 230 divided by 920 into 10 into 60. That is equal to 34,500 joule. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഫസ്റ്റ് വൺ, if 7,500 joule of heat is produced in 30 seconds in a conductor having 250 ohm resistance, what is the current through the conductor? Heat produced H ഇവിടെ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്,
റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറന്റ് ഐ ആണ് കാണേണ്ടത്. H is equal to 7500 joule, T is equal to 30 seconds, R is equal to 250 ohm, I is equal to question mark. Hന്റെ ഇക്വേഷൻ എഴുതുക. H is equal to I square RT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7500 is equal to I square into 250 into 30. I square മാത്രം ഒരു വശത്ത് എഴുതുക. അതിന്റെ കൂടെ കിടക്കുന്ന മറ്റ് ടേംസ് എല്ലാം മറ്റേ വശത്തെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. സോ I square is equal to 7500 divided by 250 into 30 എന്ന് കിട്ടും. That is equal to 7500 divided by 7500 is equal to 1. I square ആണ് 1 എന്ന് കിട്ടിയത്. Therefore I is equal to root of 1. That is equal to 1 ampere. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Calculate the quantity of heat produced if 2 ampere current flows for 10 minutes through a heating coil of an electric kettle having 100 ohm resistance. I is equal to 2 ampere, T is equal to 10 minutes. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 10 into 60 is equal to 600 seconds. R is equal to 100 ohm. H is equal to question mark. ഇക്വേഷൻ എഴുതുക. H is equal to I square RT. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 square into 100 into 600. That is equal to 2,40,000 joule. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. A potential difference of 230 volt is applied across a circuit for 5 minutes. If the resistance in the circuit is as given below, calculate the current and heat in each case. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എ പാർട്ടിൽ റെസിസ്റ്റൻസ് 115 ഓം എന്ന് തന്നിരിക്കുന്നു, ബി പാർട്ടിൽ 230 ഓം എന്നാണ് തന്നിരിക്കുന്നത്. രണ്ട് കേസിലും കറന്റും ഹീറ്റ് പ്രൊഡ്യൂസ്ഡും കണ്ടുപിടിക്കുക. എ പാർട്ട് ആദ്യം ചെയ്യാം. V is equal to 230 volt, T is equal to 5 minutes. That is 5 into 60. That is equal to 300 seconds. R is equal to 115 ohm. I is equal to question mark. H is equal to question mark. ആദ്യം ഓംസ് ലോ വെച്ച് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുക. So V is equal to I into R. Therefore I is equal to V divided by R. I മാത്രം ഒരു വശത്ത് വരിക. അതിന്റെ കൂടെ കിടക്കുന്ന ക്വാണ്ടിറ്റി ഇവിടെ ന്യൂമറേറ്ററിലാണ്, അത് ഇപ്പുറത്തെ വശത്ത് വരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. സോ I is equal to V divided by R is equal to 230 divided by 115 is equal to 2 ampere. ഇനി H കണ്ടുപിടിക്കാം. H is equal to I square RT. ഐയുടെ വാല്യൂ 2 ആണെന്ന് നമുക്ക് കിട്ടി. സോ 2 square into 115 into 300 എന്ന് കിട്ടും. അത് ചെയ്യുമ്പോൾ 1,38,000 ജൂൾ എന്ന ആൻസർ കിട്ടും. ബി പാർട്ട് നോക്കുക. അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. V is equal to 230 volt, T is equal to 5 into 60, that is equal to 300 seconds. R is equal to 230 ohm. ഐയും എച്ചും കണ്ടുപിടിക്കുക. ആദ്യം ഐ കണ്ടുപിടിക്കാം. ഓംസ് ലോ അനുസരിച്ച് V is equal to I into R. Therefore I is equal to V divided by R, that is equal to 230 divided by 230 is equal to 1 ampere. ഇനി H കണ്ടുപിടിക്കുക. H is equal to I square RT. ഐയുടെ വാല്യൂ 1 എന്ന് നമുക്ക് കിട്ടി. സോ 1 square into 230 into 300 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 69,000 ജൂൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ സർക്യൂട്ട്സ് ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ഇൻ 5 minutes. ഇവിടെ 3 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഓരോ സർക്യൂട്ടിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കുക. ആദ്യത്തെ കേസിൽ R 48 ഓം ആണ്. ടൈം എല്ലാ കേസിലും 5 minutes ആണ്. ദാറ്റ് ഈസ് 5 into 60 seconds. ഇവിടുത്തെ കറന്റ് 0.25 ആംപിയർ ആണ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. H is equal to I square RT, that is equal to 0.25 into 0.25 into 48 into 300, that is equal to 900 joule. രണ്ടാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ R 24 ഓം ആണ്. I
0.5 ആംബിയർ ആണ്. ടൈം 5 മിനിറ്റ്സ് ആണ്. ദാറ്റ് ഈസ് 5 into 60 seconds. H is equal to I square RT. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 into 0.5 into 24 into 5 into 60. ഇത് ചെയ്യുമ്പോൾ 1800 ജൂൾ എന്ന് കിട്ടും. മൂന്നാമത്തെ ഫിഗറിൽ R is equal to 12 ohm ആണ്. I is equal to 1 ആംബിയർ. ടൈം 5 into 60 seconds ആണ്. H is equal to I square RT. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1 into 12 into 300. ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 ജൂൾ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. അനലൈസിംഗ് ദ കംപ്ലീറ്റഡ് ടേബിൾ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. What is the difference in the quantity of heat in circuits 5.6a and 5.6b? 5.6aയും 5.6bയും കമ്പയർ ചെയ്താൽ 5.6bയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കൂടുതലാണ്. So heat produced in circuit 5.6b is more than that in circuit 5.6a. Why is there a difference in the quantity of heat produced in these circuits? ഈ രണ്ട് സർക്യൂട്ടുകളിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ഡിഫറൻസ് ഉണ്ടായതിന്റെ കാരണം അവയിലെ റെസിസ്റ്റൻസിന്റെ വ്യത്യാസമാണ്. 5.6bയില് റെസിസ്റ്റൻസ് 24 ഓമേ ഉള്ളൂ. 5.6aയില് റെസിസ്റ്റൻസ് 48 ഓം ആണ്. റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്ന സർക്യൂട്ട് 5.6bയിലാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. The resistance in circuit 5.6b is less than that in circuit 5.6a. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻ ഫിഗർ 5.6c? ഫിഗർ 5.6cയിലെ റെസിസ്റ്റൻസ് 12 ഓം ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഇൻ ഫിഗർ 5.6c? 5.6cയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോട്ടൽ ഹീറ്റ് 3600 ജൂൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലെസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റെസിസ്റ്റർ ഓഫ് ഹയർ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഇൻ ഫിഗർ 5.6a. വൈ? ഇവിടെ കൂടുതൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിഗർ 5.6aയിലാണ്, 48 ഓം. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റ് മറ്റ് സർക്യൂട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഈ മൂന്ന് സർക്യൂട്ട്സിലും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ആ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് കുറവായിരിക്കും. V is equal to I into R എന്ന ഇക്വേഷൻ ഓർക്കുക. V കോൺസ്റ്റന്റ് ആണെങ്കിൽ R കൂടുമ്പോൾ I കുറയും. I കുറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കുറവായിരിക്കും. കാരണം കറന്റിന്റെ സ്ക്വയറിനെയാണ് H ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫിഗർ 5.6aയിൽ ലെസ് ഹീറ്റ് ഉണ്ടാകുന്നതിന്റെ കാരണം അവിടുത്തെ റെസിസ്റ്റൻസ് കൂടുതലാണ് എന്നതാണ്. റെസിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ ഈ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് കുറവായിരിക്കും. അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റും കുറവായിരിക്കും. When resistance increases, the current through the circuit decreases. When current decreases, the quantity of heat produced decreases. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Among these circuits, in which resistor is the maximum quantity of heat produced? ഈ സർക്യൂട്ട്സിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന റെസിസ്റ്റർ 12 ഓം ആണ്. സോ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ കുറഞ്ഞിരുന്നാൽ അതിലൂടെയുള്ള കറന്റ് കൂടുതലായിരിക്കും. കറന്റ് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടിയിരുന്നാൽ ആ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് കുറവായിരിക്കും. അവിടെ ഉണ്ടാകുന്ന ഹീറ്റും കുറവായിരിക്കും. If voltage is constant, when the resistance in the circuit is decreased, the current increases. Hence, the quantity of heat produced increases. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. If the voltage remains constant, what change will occur in the quantity of heat produced when the resistance varies? Explain based on Joule's law. വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിന്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്നത്? ജൂൾസ് ലോ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
voltage is constant. When the resistance in the circuit is decreased, the current increases and the quantity of heat produced increases. When the resistance in the circuit is increased, the current decreases and the quantity of heat produced decreases. H is proportional to I square. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Calculate the quantity of heat produced if 2 ampere current flows through an electric heater operating at 230 volt for 15 minutes. What is the resistance of the heater? കറണ്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. ഹീറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റും കണ്ടുപിടിക്കണം, ഹീറ്ററിന്റെ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. I is equal to 2 ampere, B is equal to 230 volt, T is equal to 15 minutes. That is equal to 15 into 60 seconds. That is 900 seconds. H is equal to question mark, R is equal to question mark. ഹീറ്റിന്റെ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. ഇവിടുത്തെ ഡേറ്റയിൽ ബിയും ഐയും ടിയുമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് H is equal to B into I into T എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 230 into 2 into 900. ദാറ്റ് ഈസ് ഈക്വൽ ടു 4,14,000 ജൂൾ. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഓംസ് ലോ ഉപയോഗിക്കാം. B is equal to I into R. Therefore, R is equal to B divided by I. R മാത്രം ഒരു വശത്ത് എഴുതുക. അതിന്റെ കൂടെ കിടക്കുന്ന I ഇവിടെ ന്യൂമറേറ്ററിലാണ്, അത് ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. So R is equal to V divided by I. That is equal to 230 divided by 2 is equal to 115 ohm. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. An electric iron operating at a potential difference of 230 volt has a heating coil of resistance 100 ohm. If this electric iron operates for half an hour, how much electric energy will be converted to heat energy? What is the current through the electric iron? Electric iron operate ചെയ്യുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് 230 വോൾട്ട്, റെസിസ്റ്റൻസ് 100 ഓം, ടൈം ഹാഫ് ആൻ അവർ, ദാറ്റ് ഈസ് 0.5 അവർ. എന്തുമാത്രം ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹീറ്റ് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് അയണിലൂടെ കടന്നു പോകുന്ന കറന്റും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. B is equal to 230 volt, R is equal to 100 ohm, time T is equal to 0.5 hour. അവറിനെ സെക്കൻഡ് ആക്കാൻ 60 into 60 ചെയ്യണം. അവറിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മിനിറ്റ് ആകും, ആ മിനിറ്റിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ആകും. സോ 0.5 അവറിനെ സെക്കൻഡ് ആക്കാൻ 60 into 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So that is equal to 1800 seconds. H is equal to question mark, I is equal to question mark. ഇവിടെ വിയും ആറും ടിയും ആണ് തന്നിരിക്കുന്നത്. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാൻ H is equal to V square by R into T എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. That is equal to 230 into 230 divided by 100 into 1800. ഇത് ചെയ്യുമ്പോൾ 9,52,200 ജൂൾ എന്ന് കിട്ടും. ബി പാർട്ടില് ഐ കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓംസ് ലോ എഴുതുക. B is equal to I into R. Therefore, I is equal to V divided by R. I മാത്രം ഒരു വശത്ത് കിടക്കണം. അതിന്റെ കൂടെ കിടക്കുന്ന R ഇവിടെ ന്യൂമറേറ്ററിലാണ്, ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡിനോമിനേറ്ററിലാകും. സോ I is equal to V divided by R. That is equal to 230 divided by 100 is equal to 2.3 ampere. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A heating appliance having a resistance of 92 ohm operates at 230 volt. Using various equations, calculate the heat produced by the appliance in 14 minutes and write them down in the table below. What resistance is needed to double the heat energy? ഇവിടെ എച്ചിന്റെ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് കണ്ടുപിടിക്കണം. ഡേറ്റ എഴുതുക.
V is equal to 230 volt, R is equal to 92 ohm, time t is equal to 14 minutes is equal to 14 into 60 seconds. That is equal to 840 seconds. ഈ കോളത്തിൽ H is equal to I square RT എന്ന ഇക്വേഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ I തന്നിട്ടില്ല, അതുകൊണ്ട് ഓംസ് ലോയിൽ നിന്ന് I കണ്ടുപിടിക്കുക. V is equal to I into R, therefore I is equal to V divided by R. That is equal to 230 volt divided by 92 ohm. That is equal to 2.5 ampere. അടുത്തായിട്ട് H കണ്ടുപിടിക്കാം. H is equal to I square RT is equal to 2.5 the whole square into 92 into 840 joule എന്ന് കിട്ടും. That is equal to 4,83,000 joule എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ കോളത്തിൽ H is equal to V square by R into T എന്ന ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. V is equal to 230 volt, R is equal to 92 ohm, T is equal to 14 into 60, that is equal to 840 seconds. H is equal to V square by R into T, substitute ചെയ്യുക, that is equal to 230 into 230 divided by 840. ആ ഇക്വേഷൻ വെച്ചും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കുമ്പോൾ 4,83,000 ജൂൾ എന്ന ആൻസർ കിട്ടും. മൂന്നാമത്തെ കോളത്തിൽ H is equal to V into I into T എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. V is equal to 230 volt, R is equal to 92 ohm, T is equal to 14 minutes is equal to 14 into 60 is equal to 840 seconds. ഇവിടെ I തന്നിട്ടില്ല, ഓംസ് ലോയിൽ നിന്ന് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. V is equal to I into R, therefore I is equal to V divided by R. That is equal to 230 divided by 92 is equal to 2.5 ampere. Therefore H is equal to V into I into T, substitute ചെയ്യുക, that is equal to 230 into 2.5 into 840. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താലും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റിന്റെ വാല്യൂ 4,83,000 ജൂൾ എന്ന് കിട്ടും. ഇതിന്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് റെസിസ്റ്റൻസ് ഈസ് നീഡഡ് ടു ഡബിൾ ദ ഹീറ്റ് എനർജി? ഹീറ്റ് എനർജി ഡബിൾ ചെയ്യാൻ എത്ര റെസിസ്റ്റൻസ് കൊടുക്കണം? റെസിസ്റ്റൻസ് പകുതിയാക്കുകയാണെങ്കിൽ കറന്റ് ഇരട്ടിയാകും. കാരണം ഇവിടുത്തെ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. If voltage is constant, when R decreases, I increases. R is equal to R by 2, I is equal to 2I യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹീറ്റിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാകുന്നത് നോക്കാം. ഉണ്ടാകുന്ന ഹീറ്റിന് H1 എന്ന് കൊടുക്കുക. H1 is equal to ഐയുടെ സ്ഥാനത്ത് 2I എന്ന് കൊടുക്കുക. So 2I the whole square into ആറിന്റെ സ്ഥാനത്ത് R by 2 എന്ന് കൊടുക്കുക into T ചെയ്യുക. That is equal to 4I square into R into T divided by 2 എന്ന് കിട്ടും. 4 by 2 ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ 2 എന്ന് കിട്ടും. So 2I square RT എന്ന് കിട്ടും. I square RT എന്ന് പറയുന്നത് H ആണ്. So that is equal to 2 times H എന്ന് കിട്ടും. അതായത് ഹീറ്റിനെ ഇരട്ടിയാക്കാൻ റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ മതി. റെസിസ്റ്റൻസ് പകുതിയാകുമ്പോൾ ആ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് ഇരട്ടിയാകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റും ഇരട്ടിയാകും. ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷനിൽ കറന്റ് 2.5 ആംപിയർ ആണ്, ഇരട്ടിയാക്കുക, ദാറ്റ് ഈസ് 5 ആംപിയർ. റെസിസ്റ്റൻസ് 92 ഓം ആണ്, റെസിസ്റ്റൻസ് പകുതിയാക്കുക, ദാറ്റ് ഈസ് 46 ഓം. H is equal to I square RT ചെയ്യുക, ദാറ്റ് ഈസ് 5 into 5 into 46 into 840. That is equal to 9,66,000 ജൂൾ എന്ന് കിട്ടും. അതായത് 4,83,000 ജൂളിന്റെ ഇരട്ടിയാണ് 9,66,000 ജൂൾ. സോ ഹീറ്റ് ഇരട്ടിയാക്കാൻ റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ മതി. So to double the heat energy, the resistance should be halved. That is, R should be 92 divided by 2, that is equal to 46 ohm. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇതൊരു ഫ്രീ യൂട്യൂബ് ക്ലാസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.